തൃശ്ശൂരിലേക്ക് വന്നാൽ അവിടെ നമുക്കറിയാം കടുത്ത പോരാട്ടം നടന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. സ്വാഭാവികമായും BJPയുടെ തൃശ്ശൂർ ജില്ലയിലെ ഒരു വളർച്ച തന്നെയാണ് ഈ പോരാട്ടത്തിൻ്റെ കടുപ്പം ഒന്ന് കൂട്ടിയത്. തൃശ്ശൂരിലായാലും മണലൂരിലായാലും ഒക്കെ ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ പ്രതീതി ഉണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. തൃശ്ശൂരിൽ ഒരുപക്ഷെ BJPയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ മത്സരം എന്നുള്ള പ്രതീതി സൃഷ്ടിച്ച ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ പത്മജ വേണുഗോപാൽ വലിയ വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. മണലൂരിൽ BJPയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാറൊക്കെ വലിയ പോരാട്ടം ഇതുമായി ബന്ധപ്പെട്ട് കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ വിജയത്തിലേക്ക് എത്താമെന്ന് കരുതുന്ന ജില്ലകൾ മണ്ഡലങ്ങൾ അവിടെയുണ്ട് BJPക്ക് NDAക്ക്. അതാണ് രണ്ട് മുന്നണികളുടെയും ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഗുരുവായൂരിൽ ഗോപാലകൃഷ്ണന്റെ പോരാട്ടവും നമുക്കങ്ങനെ പെട്ടെന്ന് മറക്കാനാവില്ല. അങ്ങനെ ആരെ പിന്തുണയ്ക്കുമെന്നുള്ളത് നിർണായകമാണ്. BJPക്ക് വലിയ പ്രതീക്ഷ നിരവധി മണ്ഡലങ്ങളുണ്ട്. അതേസമയം പരമ്പരാഗത കോട്ടകൾ കൈവിടില്ല എന്ന് ഇടതുമുന്നണി വിശ്വസിക്കുന്നു. മണലൂർ, കൊടുങ്ങല്ലൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുമെന്ന് UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഈ മണ്ഡലങ്ങളിലെ ഈ തൃശ്ശൂരിലെ മണ്ഡലങ്ങളുടെ വിജയം UDFന് നിർണായകമാണ്. മൊത്തത്തിൽ ഒരു ഭൂരിപക്ഷം 71 എന്നുള്ള മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ UDF കണക്ക് കൂട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ജില്ലകളിൽ ഒന്നാണ് തൃശ്ശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം UDFനൊപ്പം നിന്ന ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. ഡാനി, തൃശ്ശൂരിലെ ഒരു അവസാനവട്ട കണക്കുകൂട്ടൽ എന്താണ്? രഞ്ജിത്ത്, നമ്മൾ നേരത്തെ എറണാകുളം പറയുമ്പോൾ എറണാകുളം UDFന് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇടതുമുന്നണിക്ക് തൃശ്ശൂർ എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 ടേമുകളിലായിട്ട് ഈ 13 സീറ്റുകൾ 12 സീറ്റുകളും നേടി വളരെ അപ്രമാദിത്വമുള്ള ഒരു മേഖലയാണ് ഇടതുമുന്നണിക്ക് തൃശ്ശൂർ എന്ന് പറയുന്നത്. മധ്യ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഒരുപക്ഷെ ഒരുമിച്ച് നേടിയെടുത്ത് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരിടമെല്ലാം തൃശ്ശൂരായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇത്തവണയും അതിന് മാറ്റമുണ്ടാകില്ല എന്നെല്ലാം തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ചില രീതിയിലെങ്കിലും അവിടെ ചുവരെഴുത്തുകൾ മാറുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ നമ്മളത് കണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അന്ന് NDAക്ക് 6 സീറ്റുകളിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ രീതിയിലുള്ള ഒരു ലീഡ് നേടാനായിട്ട് സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ കഴിഞ്ഞിരുന്നതാണ്. അതോടൊപ്പം തൃശൂർ മണ്ഡലത്തിലാണെങ്കിൽ 14,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ആ മണ്ഡലത്തിൽ മാത്രമായിട്ട് വളരെ വലിയ രീതിയിലുള്ളൊരു മാർജിൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കണക്കുകൾ NDAക്ക് അനുകൂലമാകുമ്പോൾ ഈ മധ്യ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് അല്ലെങ്കിൽ ഒന്നിലധികം സീറ്റുകൾ നേടാൻ NDAക്ക് കഴിയുമെങ്കിൽ തൃശൂർ അതിന് കൃത്യമായ ചേരുവകളുള്ള ഒരു ഭൂമികയാണെന്നാണ് NDAയുടെ ഒരു വിലയിരുത്തൽ.